ഗൂഗിൾ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും ഈ പോർണോഗ്രഫി വീഡിയോകൾ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നു. അത് നിരോധിക്കുവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു നിയമവശം ഉണ്ടോ? പോൺ ആക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഈ നമ്മുടെ സിനിമയിൽ അഭിനയിക്കാനുള്ള അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്തും അമിതാഭ് ബച്ചന്മാരും അതുപോലെ നടീനടന്മാരും ഒക്കെ ഉണ്ട്. നമ്മുടെ സർക്കാർ ഓഫീസിൽ ഇപ്പം മുഴുവൻ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞൊരു തത്വം ആണ് ഉള്ളത്. അതിന്റെ പേരിൽ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരാളുടെ മാത്രം കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്, പോലീസ് സ്റ്റേഷനുകളുണ്ട്. നമസ്കാരം, ഞാൻ അർച്ചന സുരേഷ്. നിയമജാലകത്തിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ നിയമവ്യവസ്ഥകൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി പറഞ്ഞു തരുവാൻ നമ്മോടൊപ്പം ഇന്നുമുള്ളത് മുതിർന്ന അഭിഭാഷകനായ ശ്രീ ടൈറ്റസ് ഡൊമിനിക് സാറാണ്. സ്വാഗതം സാർ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാമല്ലേ? ആദ്യമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 2 മാസത്തിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട രേഖ മീഡിയയ്ക്ക് കിട്ടുകയുണ്ടായി. അത് ഞാനാണ് പത്രക്കാർക്ക് നൽകിയതെന്ന് ആരോപിച്ച് എന്നെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ മെമ്മോ ഓഫ് ചാർജസ് നൽകിയിരിക്കുകയാണ്. അതിന് മറുപടി കൊടുക്കേണ്ടതായുണ്ടോ? ഞാൻ നിരപരാധിയാണ്. സസ്പെൻഷനെതിരെ കോടതിയിൽ പോകേണ്ടതായുണ്ടോ? എന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? മറുപടി പ്രതീക്ഷിക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരിരിക്കുന്ന ഒരു ജീവനക്കാരൻ അല്ലെ ഒരു ജീവനക്കാരി അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ പുറത്ത് പറയുകയോ, ഇപ്പൊ ഇതിനകത്തുള്ള അലിഗേഷൻ പത്രക്കാർക്ക് ചോർത്തി കൊടുത്തു എന്നല്ലേ, ചോർത്തി കൊടുക്കുകയോ ചെയ്യുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല. ഒഫീഷ്യൽ സീക്രട്ട് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന കൃത്യമായിട്ട് വ്യവസ്ഥകളുണ്ട്. അത് പുറത്താക്കി ആ വിവരങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നടപടി എടുക്കാൻ കഴിയുന്നത്. അല്ലാതെ ഒരു രേഖ പുറത്തു വിട്ടു എന്ന് പറഞ്ഞ് ഒരാൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല. മാത്രമല്ല, രേഖ പുറത്തു വിട്ടതിന് തെളിവും വേണം. ഇപ്പൊ ഇവർ ചോദിച്ചിരിക്കുന്നത് അവർക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടി, സസ്പെൻഡ് ചെയ്തു, അവർക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടി, അതിനവര് എന്നിട്ട് അവർക്ക് മെമ്മോ ഓഫ് ചാർജസും കിട്ടി. അതിന് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ, അതോ സസ്പെൻഷനെതിരെ കോടതിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഈ ഷോക്കോസ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഷോക്കോസ് നോട്ടീസിൽ അവരുടെ നിരപരാധിത്വത്തിനെതിരെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് അവർ എഴുതി കൊടുക്കണം. അത് തൃപ്തികരമല്ലെങ്കിലാണ് മെമ്മോ ഓഫ് ചാർജസ് തരുന്നത്. ഈ മെമ്മോ ഓഫ് ചാർജസ് തന്നു കഴിഞ്ഞാൽ ഒരു ഗാർഹിക അന്വേഷണം നടക്കും അവരുടെ കാര്യത്തിൽ. ഈ ഗാർഹിക അന്വേഷണത്തിൽ അവർ കുറ്റക്കാരിയാണെങ്കിൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോവുകയോ, സസ്പെൻഷൻ ഒരു നടപടിയല്ല, അല്ലാതെ മറ്റ് നടപടികളിലേക്ക് അവരുടെ സാലറി ഇൻക്രിമെന്റ് കട്ട് ചെയ്യാം, അവര് അൾട്ടിമേറ്റ് ആയിട്ട് അവരെ സർവീസിൽ നിന്ന് വേണ്ടി ഡിസ്മിസ് ചെയ്യവരെ ചെയ്യാവുന്ന നടപടിയിലേക്ക് പോവാം. പക്ഷെ ഇതിനകത്ത് നമ്മുടെ സർക്കാർ ഓഫീസിൽ ഇപ്പം മുഴുവൻ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞൊരു തത്വം ആണ് ഉള്ളത്. അതിന്റെ പേരിൽ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരാളുടെ മാത്രം കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഓഫീസിലെ എല്ലാവരുടെയും കമ്പ്യൂട്ടറുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇത് എവിടെ നിന്നാണ്, ആരാണ് ചോർത്തി എന്നുള്ളത് തെളിയിക്കാതെ ഇവരാണ് നമുക്ക് ഈ പരാതി അയച്ചേക്കുന്ന ആ സർക്കാർ ഉദ്യോഗസ്ഥ തന്നെയാണ് ഇത് ചെയ്തു എന്നുള്ളത് തെളിയിക്കാതെ ഒരിക്കലും അവർക്കെതിരെ നടപടി എടുക്കാൻ കഴിയില്ല. സസ്പെൻഷനെതിരെ കോടതിയിൽ പോകണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ പോകുന്നതും തെറ്റല്ല. സസ്പെൻഷനെതിരെ കോടതിയിൽ പോകുന്നത് ഉചിതമായൊരു തീരുമാനമായിരിക്കും. അടുത്ത ചോദ്യം ചോദിക്കാം സാർ. പ്രായമായ ഒരു അമ്മയ്ക്ക് വേണ്ടി അവരുടെ ഒരു ബന്ധുവാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. എന്റെ ബന്ധുവായ ഈ അമ്മയ്ക്ക് 70 വയസ്സ് പ്രായമുണ്ട്. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. 3 മക്കളാണുള്ളത്, 2 പെൺകുട്ടികളും 1 മകനും. ഭർത്താവ് സർവീസിലിരുന്ന് മരണപ്പെട്ടതിനാൽ മകന് ജോലി കിട്ടി. ആ അമ്മ ഇപ്പോൾ താമസിക്കുന്നത് ഭർത്താവിന്റെയും അവരുടെയും പേരിലുള്ള കുടുംബ വീട്ടിൽ മകനോടും അവരുടെ ഭാര്യയോടും മക്കളോടും ഒരുമിച്ചാണ്. തറവാട് വീട് സ്ഥലവും അവരുടെയും ഭർത്താവിന്റെയും പേരിൽ തന്നെയാണുള്ളത്. വീടും സ്ഥലവും മകന്റെ പേരിലേക്ക് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് മകനും ഭാര്യയും ഇവരെ മാനസികമായി ശല്യം ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ഇവരൊരു ക്യാൻസർ രോഗി കൂടിയാണ്. ശരിയായ ഭക്ഷണമോ മരുന്നോ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. നിയമപരമായി എന്ത് സുരക്ഷയാണ് ഈ സ്ത്രീക്ക് ലഭിക്കുക? ഈ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ഈ വീടിനുള്ളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക്
ആ വീട്ടിനുള്ളിൽ താമസിക്കുന്ന പ്രായപൂർത്തിയായ രക്തബന്ധം വഴിയോ വിവാഹബന്ധം വഴിയോ ദത്തെടുക്കൽ ബന്ധം വഴിയോ ഉള്ള ആരെങ്കിലും നിന്ന് പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ, പീഡനം എന്ന് വെച്ചാൽ മാനസികമായോ ശാരീരികമായോ പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ പീഡിപ്പിച്ചുകൂടാ, അവരെ ആ തരത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൂടാ എന്ന് അവർക്ക് അവിടെ സുരക്ഷിതത്വം കൊടുക്കണമെന്നും കൃത്യമായ ഒരു നിയമവ്യവസ്ഥയുണ്ട്. അതാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഈ നിയമം അനുസരിച്ച് ഈ അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അവരുടെ മരിച്ചുപോയ ഭർത്താവിന്റെയും പേരിലിരിക്കുന്ന സ്വത്ത് ഇപ്പോൾ മകന്റെ പേരിലോട്ട് എഴുതി കൊടുക്കാത്തതിന്റെ പേരിലുള്ള വിരോധം കൊണ്ട് അവരെ മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് മരുന്ന് കിട്ടുന്നില്ല എന്നുള്ള കാര്യമല്ലേ. ഇക്കാര്യത്തിൽ എല്ലാ ഈ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്, പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഇവിടെ എന്നെ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, ഈ സ്വത്ത് എഴുതി കൊടുക്കാൻ എന്നെ നിർബന്ധിക്കുന്നു, എനിക്ക് മരുന്ന് കിട്ടുന്നില്ല, എനിക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടുന്നില്ല, എന്നെ മാനസികമായിട്ട് ഞാൻ തകർക്കപ്പെടുന്നു എന്ന് അവർ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ കോടതിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്ന ഒരു ഉത്തരവ് നൽകാൻ കഴിയും. ഈ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന ഉത്തരവിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ നൽകി കഴിഞ്ഞാൽ പിന്നെ അവർ താമസിക്കുന്ന ആ കുടുംബത്തിലെ മുതിർന്ന ഈ രക്തബന്ധത്തിൽപ്പെട്ടതോ പിന്നെ വിവാഹബന്ധത്തിൽപ്പെട്ടതോ ദത്ത് ബന്ധം വഴി ഉണ്ടായോ ആരെങ്കിലുമോ അവരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യാവുന്നതും അങ്ങനെ പീഡിപ്പിക്കുന്ന വ്യക്തികൾ ആ വീട്ടിനുള്ളിൽ കയറണ്ട എന്ന് ഉത്തരവിടാനും കോടതിക്ക് അധികാരമുണ്ട്. മാത്രമല്ല അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മറ്റു കാര്യങ്ങൾ, നഷ്ടപരിഹാരം, ജീവിക്കാനുള്ള പൈസ എല്ലാം ഈ തരത്തിൽ നൽകാനും ഈ നിയമം നമ്മുടെ ഉണ്ട്. ഓക്കെ സാർ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന ലൈംഗിക ആക്രമണ പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സൈബർ സ്പേസ് കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു നിഗൂഢ സംഘം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സെക്സ് വീഡിയോകൾ ഇവിടെ നിന്നും വിദേശത്തേക്ക് വിൽപ്പന നടത്തുന്നത് വ്യാപകമായാണ്. ഇലക്ട്രോണിക് മീഡിയ, ഡിജിറ്റൽ മീഡിയ, പ്രിന്റ് മീഡിയ, ഇപ്പോൾ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന OTT പ്ലാറ്റ്ഫോമുകൾ എന്നിവിടങ്ങളിലൊക്കെ പോർണോഗ്രാഫിക് വീഡിയോകൾ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. മയക്കുമരുന്നും അശ്ലീല വീഡിയോകളും യുവതലമുറയിൽ ഉണ്ടാക്കുന്ന അരാജക ബോധവും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക തകർച്ചയും നമ്മൾ അനുഭവിക്കുകയാണ്. ഈ തരത്തിലുള്ള ന്യൂജൻ കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുവാനും തടയുവാനും ഇന്ത്യയിൽ ഫലപ്രദമായ നിയമവ്യവസ്ഥയുണ്ടോ? നിയമോപദേശം നിയമജാലകത്തിലൂടെ പ്രതീക്ഷിക്കുന്നു. വളരെ കാലികമായിട്ടുള്ള പ്രസക്തിയുള്ള ഒരു ചോദ്യമാണിത്. കാരണം ഇന്ത്യയിൽ ഈ തരത്തിലുള്ള സെക്സ് വീഡിയോസ് അല്ലെങ്കിൽ പോൺ വീഡിയോസിനെയൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ് സത്യത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യയിൽ ഇത് കുട്ടികളുടെയും മറ്റ് ഉള്ളവരുടെയും ഇത് നിർമ്മിച്ചിട്ട് ഈ നിർമ്മിച്ച പ്രോഡക്റ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഈ നമ്മുടെ ഇന്ത്യൻ എംബസി പോലും ഇല്ലാത്ത പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഗൂഗിളിലൊക്കെ. അതിൻ്റെ പേരിൽ ഇന്ത്യക്ക് സർക്കാരിന് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ BNS ഭാരതീയ ന്യായ സംഹിത, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അതുപോലെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ പോക്സോ നിയമം, അതുപോലെ ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് ഹ്യൂമൻ, ഇങ്ങനെ നിരവധി നിയമങ്ങൾ ഈ കാര്യത്തിലെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇതൊന്നും ആ തരത്തിൽ ശിക്ഷിക്കപ്പെടുകയോ ഗൗരവമായിട്ട് ആ തരത്തിൽ കാണപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇത് ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യമാകത്തുള്ള ഒരു വിപത്ത് എന്ന് പറയുന്നത് ഇത് കാണുന്ന നമ്മളുടെ പുതിയ തലമുറ വളരെ അവരുടെ ബുദ്ധിപരമായും ഇമോഷണലായും വൈകാരികമായും സാംസ്കാരികമായും എല്ലാം അവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെടുകയും അവരിൽ നിന്ന് നമ്മുടെ നാടിന് കിട്ടേണ്ട സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ മുഴുവനും ഇല്ലാതാകുകയും ഇതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന മയക്കുമരുന്നും കൂടെ ഉണ്ടെങ്കിൽ കാര്യം ഏതാണ്ട്
ഏതാണ്ട് നാട്ടിൽ ഉറപ്പായിട്ടുണ്ട്. കാരണം ഇതിൽ മുഴുവൻ ഈ സെക്സ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്ന ഈ പല കാര്യങ്ങളും ലൈംഗികമല്ല, സെക്ഷൽ പെർവേർഷൻസ് ആണ്. അതൊരു രോഗമാണ്. ഇതിൽ പലപ്പോഴും സ്ത്രീകളെയും കുട്ടികളെയും ഒരു ഉപകരണമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ഇത് ഒരിക്കലും ആരും ഇത് ലൈംഗികതയാണ്, ഇങ്ങനെയാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടേണ്ടതെന്നുള്ളത് ആരും ഇക്കാര്യത്തിൽ അത് കണ്ട് പഠിക്കരുത്. ഈ തരത്തിൽ നശിച്ചു പോയ ഒരുപാട് കുട്ടികൾ നമ്മളുടെ നാട്ടിൽ ഇപ്പം മെന്റൽ അസൈലത്തിൽ വരെ കിടക്കുന്നുണ്ട്. ഇതേ സംബന്ധിച്ച് ഇപ്പൊ പാർലമെന്റിൽ പുതിയൊരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ സംബന്ധിച്ച് കർശനമായ ഒരു നിയമം ഏതാണ്ട് പാർലമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശക്തമായ നിയമം ഈ BNS എന്ന് പറയുന്ന നമ്മുടെ പഴയ IPC, ഇന്ത്യൻ പീനൽ കോഡ്, അതിലുള്ള നിയമമൊന്നും കർശനം ആ തരത്തിലുള്ള ഗൗരവമുള്ളതല്ല. പിന്നെ IT ആക്ടിലുള്ളതാണ് കുറച്ചെങ്കിലും ഗൗരവമായിട്ടുള്ളത്. പിന്നെ പോക്സോയെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ പഴയ നിയമമാണ്, അതിനൊക്കെ നിസ്സാരമായ കുറ്റകൃത്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൽ അകപ്പെടുന്നവരും ഇതിന്റെ വിക്ടിംസും ഇത് കാണുന്നവരും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരും ഇത് നിർമ്മിക്കുന്നവരും എല്ലാവരും തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ പിന്നോക്കം പോവുകയും അവരിലെല്ലാം മാനസികമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ വരെ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഈ തരത്തിൽ ആരും കാണാതിരിക്കുക. ഈ തരത്തിൽ എവിടെങ്കിലും നിർമ്മിക്കപ്പെടുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഇത് ഏതെങ്കിലും തരത്തിൽ ഹോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് വിവരം കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഇത് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു അപകടമാണെന്നുള്ളത് തിരിച്ചറിയുകയും വേണമെന്ന് യുവതലമുറയോട് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. സാർ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഗൂഗിൾ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും ഈ പോർണോഗ്രഫി വീഡിയോകൾ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നു. അത് നിരോധിക്കുവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു നിയമവശമുണ്ടോ? ഈ ഒന്നാമത്തെ കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇത് സുലഭമായി നിർമ്മിക്കുകയും ഇതിനു വേണ്ടിയിട്ടുള്ള ഈ പ്രോൺ ആക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഈ നമ്മൾ സിനിമയിൽ അഭിനയിക്കാനുള്ള അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്തും അമിതാഭ് ബച്ചന്മാരും അതുപോലെ നടീനടന്മാരും ഒക്കെ ഉണ്ട് ഈ തരത്തിൽ. പക്ഷെ ഇതെല്ലാം ഇവിടെ രഹസ്യമായി നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഈ സാധനം ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ എംബസി പോലും ഇല്ലാത്ത പല സ്ഥലങ്ങളിൽ നിന്നുമാണ്, വിദേശത്ത് നിന്ന്. നമുക്ക് അതിന്റെ ഉറവിടം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ദയനീയമായ ഒരു അവസ്ഥ ഈ കാര്യത്തിലുണ്ട്. ആകപ്പാടെ ചെയ്യാനുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, കുട്ടികൾ ആൺപെൺ ബന്ധത്തിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, നല്ല ആൺപെൺ ബന്ധങ്ങൾ വളർത്തുക, ആ തരത്തിൽ ഈ ഒരു അനാർക്കിയെ ഏതെങ്കിലും തരത്തിൽ നേരിടുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇത് സംഭവിക്കുന്നത് പലപ്പോഴും നമ്മളുടെ സ്വകാര്യതയിലാണ് ഈ തരത്തിലുള്ള നമ്മളിത് കാണുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. ആ തരത്തിൽ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ഭാവി തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിയമത്തോടൊപ്പം തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടികളെല്ലാം ലഭിച്ചുവെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇത്രയും സമയം പ്രേക്ഷകരുടെ ഈ സംശയങ്ങൾക്കെല്ലാം മറുപടി തന്ന അങ്ങേക്ക് ഒരുപാട് നന്ദി പറയുകയാണ് സാർ. ഒപ്പം എന്തെങ്കിലും പറയാനുണ്ടോ, പ്രേക്ഷകരോട് എന്തെങ്കിലും പറയുവാനുണ്ടോ? ഒരു കാര്യം, പല ചോദ്യങ്ങളും ഞാൻ അയച്ചു കിട്ടിയ പല ചോദ്യങ്ങളും നോക്കുമ്പോൾ അതിൽ പ്രസക്തമായ പല കാര്യങ്ങളും അയക്കുന്നവർക്ക് വിട്ടുപോകുന്നുണ്ടോ എന്ന് തോന്നുന്നു. അതിന്റെ പേരിൽ നിങ്ങൾ ഈ കത്തെഴുതുമ്പോൾ കൃത്യമായി വ്യക്തതയിൽ നിങ്ങളുടെ ഓരോ വിഷയങ്ങളും കൃത്യമായി എഴുതണമെന്ന് താല്പര്യപ്പെടുന്നു. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ വ്യക്തമായി എഴുതി തരിക. അത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഇമെയിൽ ID ഞങ്ങൾക്ക് അയച്ചു തരിക. ഒപ്പം മലനാടൻ വോയിസ് എന്ന ഈ ചാനലിനെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം അർച്ചന സുരേഷ്. നന്ദി, നമസ്കാരം.